നീ പറയുമ്പോ കേൾക്കുന്നതും നിന്നെ അനുസരിക്കുന്നതും നീ കൊടുക്കുന്ന ശിക്ഷയൊക്കെ അവരതേപോലെ അനുസരിക്കുന്നതേ നിന്നെ പേടിച്ചിട്ടല്ല, അവർക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ടാ. മോളെ, നീ കഴിക്കണ്ട, ഞാൻ തന്നെ കഴിച്ചോളാം. നീ ഒരു കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഇവിടെ ഞാനുണ്ടല്ലോ. ഞാൻ വിളിക്കാം, അപ്പൊ നീ വന്നാ മതി. നീയും കൂടി ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യ. നിനക്കൊരു ജോലിയാവും. നിനക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യാം. എന്താ, നിനക്കെന്നെ വിശ്വാസമില്ലേ? എങ്കിൽ ഞാൻ പറയുന്ന കേൾക്ക്. ഇവിടെ എന്ത് പേടിക്കാൻ, ഞാനുണ്ടല്ലോ. ഞാനല്ലേ പറയുന്നേ. എല്ലാത്തിനും സമയമാവുമ്പോ ഞാൻ വിളിക്കാം, അപ്പൊ നീ വരണം. മറ്റെല്ലാ സഹായങ്ങളും ഞാൻ നിനക്ക് ചെയ്തു തന്നോളാം. എന്നാ ശരി, ഞാൻ പിന്നെ വിളിക്കാം. ആർക്കാ വലിയ സഹായ വാഗ്ദാനമൊക്കെ കൊടുക്കുന്നത്? അത് പിന്നെ എന്റെ കൂടെ ഓർഫനേജിൽ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരിയാ. അവളിപ്പോ സാമ്പത്തികമായിട്ട് കുറച്ച് ഡൗണാ. ഇവിടെ വേക്കൻസി ഉണ്ടോന്ന് ചോദിച്ച് വിളിച്ചതാ. അവളൊരു പാവാ. അതാ ഞാൻ സഹായം ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞത്. ഓ, കേൾക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാൻ തോന്നുമ്പോ നിനക്കും എന്നെ ഉപദേശിക്കാൻ നാവ് ഉയർത്തുമ്പോ നിനക്കും ഈ പുകച്ചിൽ നാവിൻ തുമ്പിലുണ്ടാവണം. നിങ്ങൾ അകത്തോട്ട് ചെല്ല്, ചെല്ല്. വെള്ളം കുടിക്ക്. മോളെ, സാരല്ല ചന്ദ്രമ്മ, എരിവ് കഴിക്കുന്നത് എനിക്കിഷ്ടമാ.
രമേ, ഉം? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയാം. ആ കാര്യത്തിൽ എനിക്ക് ഒരു തരി കുറ്റബോധമോ പശ്ചാത്താപമോ തോന്നുന്നില്ല. തോന്നില്ല. അത്രയ്ക്കും കട്ടിയായി നിന്റെ മനസ്സ്. മുന്നത്തെ രമയെ അമ്മയ്ക്ക് നല്ലതുപോലെ അറിയാലോ. അന്ന് ഇത്ര കട്ടിയില്ലായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പൊ എന്റെ മനസ്സ് കട്ടിയായെങ്കിൽ അതില് ചെറുതല്ലാത്തൊരു പങ്ക് അമ്മയ്ക്കും കൂടി ഉണ്ട്. എന്താ, ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ചന്ദ്രലേഖയോടുള്ള നിന്റെ ദേഷ്യം നീ മാറ്റില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അതിനാ പാവം ചിന്നുവിനെ നീ ദ്രോഹിക്കുന്നത് എന്തിനാ? മറ്റൊരു ചന്ദ്രലേഖ ഇനി ഈ വീട്ടിൽ ഉണ്ടാവാതിരിക്കാൻ. ആവശ്യത്തിലധികം സ്വാതന്ത്ര്യം കൊടുത്ത ഇത്രയുമായത്. ഞാനാണോ ചന്ദ്രലേഖയാണോ അമ്മയ്ക്ക് വലുതെന്ന് ചോദിച്ചാ അമ്മ ഇപ്പൊ ഒന്ന് ആലോചിക്കും അതിന് മറുപടി പറയാൻ. അങ്ങനെ അമ്മ ആലോചിക്കാൻ എടുക്കുന്ന സമയമാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്വാതന്ത്ര്യം. നീ എന്നോട് അങ്ങനെ ഒരു അഭിപ്രായം ചോദിച്ചാൽ ഞാനൊരു നൂലിടെ ആലോചിക്കാതെ പറയും, എനിക്ക് നീയല്ല ചന്ദ്രലേഖയാണ് വലുതെന്ന്. അവൾ എന്നും ഈ കുടുംബത്തിന് നല്ലതേ ചെയ്തിട്ടുള്ളൂ. ഓ, അതെ, എന്നേക്കാളും കൂടുതൽ നിനക്കറിയാവല്ലോ. വന്നു കേറിയ കാലത്തെ നീയും അങ്ങനെ തന്നെയായിരുന്നു. അതെ, അങ്ങനെ ആയിരുന്നു. എങ്ങനെയാ അതില്ലാതായത്? ഓർമ്മിപ്പിക്കണോ ഞാൻ? നീ എന്റെ വായടപ്പിക്കാൻ പഴയ കാര്യങ്ങൾ എടുത്തിടണ്ട. ഇന്നിവിടെ നടന്നതൊക്കെ ജയൻ അറിഞ്ഞാൽ എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാവുമെന്ന് നിനക്കറിയാവല്ലോ. നീ നല്ലൊരു ബിസിനസ്സുകാരിയും അമ്മയും ഒക്കെ തന്നെയാ. അത് ഞാൻ അംഗീകരിക്കുന്നതിനോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ പറയാം. നീ നിന്റെ മിടുക്ക് കാണിക്കേണ്ടതേ നിന്റെ ജോലിയിലും നിന്റെ കുടുംബത്തിലുമാണ്, അല്ലാതെ നിവൃത്തിയില്ലാത്ത ജോലിക്കാരോടല്ല. നീ പറയുമ്പോ കേൾക്കുന്നതും നിന്നെ അനുസരിക്കുന്നതും നീ കൊടുക്കുന്ന ശിക്ഷയൊക്കെ അവരതേപോലെ അനുസരിക്കുന്നതേ നിന്നെ പേടിച്ചിട്ടല്ല, അവർക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ടാ. ആ നിവൃത്തിക്കേടേ നീ മുതലാക്കി എന്നെങ്കിലും ഒരു ദിവസം അവര് നിനക്ക് നേരെ തിരിയും. അന്നേ നിന്റെ തല താഴും. അങ്ങനെ എന്റെ നേരെ തിരിയുന്നുണ്ടെങ്കിൽ അത് ചന്ദ്രലേഖ തന്നെയായിരിക്കും.